ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ചൊരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഇലയുടെ അടുക്കിരിക്കുന്ന പുഴുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് ചത്തുപൊക്കോളും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ മാസത്തെയും കൃഷി രീതികളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ചിലർക്കൊക്കെ കൃഷി ചെയ്തിട്ട് ചിലരൊക്കെ പുറകോട്ട് പോകാറുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോൾ നമ്മൾ നട്ടൊക്കെ വളർത്തി ഒരു ഇല വരുമ്പോൾ ഓരോ കീടങ്ങൾ വരുന്നുണ്ട്, കാ വരുമ്പോൾ, പൂ വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഓരോ കീടങ്ങൾ വന്നിട്ട് നമ്മുടെ കൃഷികളെയൊക്കെ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഇല വെച്ച് തന്നെ നമുക്ക് ഈ കീടങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിത്തുകളും ഗ്രോബാഗുകളും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ തരം വിത്തുകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇല, ആര്യവേപ്പില. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് ഒരു മൂട് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്നവരുടെ വീട്ടിൽ അല്ലാതെ നമ്മുടെ അസുഖങ്ങൾക്ക് എല്ലാത്തിനും ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഇലയെന്ന് വെച്ചാൽ കിളിർന്ന ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ പിഞ്ച് ഇലയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇല നമുക്കെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ. ഇപ്പം നമ്മുടെ പച്ചക്കറികളുടെ എണ്ണം അനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പം മുഞ്ഞ, അതുപോലെ തന്നെ ചിത്രകീടങ്ങൾ, അതുപോലെ തന്നെ വണ്ടുകൾ, ആമ വണ്ടുകൾ, അതുപോലെ തന്നെ വെള്ളീച്ച, ഇങ്ങനെയുള്ള എല്ലാ കീടങ്ങൾക്കും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വേപ്പെണ്ണ എന്ന് പറയുന്നത്. വേപ്പെണ്ണ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരുവിൽ നിന്ന് എടുക്കുന്നതാണ് വേപ്പെണ്ണ. അത് പിന്നെ അരച്ചിട്ടെടുക്കുന്നതാണ് വേപ്പും പിണ്ണാക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ ഇലയെല്ലാം ഊരിയെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുകയോ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കുകയോ ചെയ്യാം. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് പിന്നെ കഴിക്കുമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ അരയ്ക്കുമ്പോൾ അപ്പോൾ നല്ലതുപോലെ കഴുകി കളഞ്ഞാൽ മതി. ഇച്ചിരി കയർപ്പൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല മനുഷ്യനായാലും. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം ജാറിനകത്തോട്ട് ഊരിയിട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും പോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്മെല്ല് കൊണ്ടിട്ട് കീടങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്കിനി അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ആര്യവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നമുക്കിനി ഒരു മഗ്ഗിനകത്തോട്ട് നമ്മുടെ ദാണ്ട് ഒരു തുണി സഞ്ചിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സഞ്ചിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. പരിപ്പൊന്നും എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ അരിച്ചെടുക്കണം. നമ്മുടെ സ്പ്രേയറിനകത്തൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ കക്കനൊക്കെ ഇരുന്നാൽ പിന്നെ അത് സ്പ്രേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ അടിമട്ടൊന്നും വരാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഈ അടിമട്ട് വരുന്നത് നമ്മൾ എന്തുവേണം, നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിലങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അതും നല്ലൊരു വളമായിട്ടും കീടനാശിനിയായിട്ടും അതിൻ്റെ ചുവട്ടിലങ്ങ് കിടന്നോളും. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഈ ആര്യവേപ്പില അരച്ചതിൻ്റെ അടിമട്ടും ഉണ്ടല്ലോ, നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. കീടങ്ങളോ ഉറുമ്പുകളോ ഒന്നും വരാതെ നല്ല പ്രയോജനം ചെയ്യുന്നതാണ് ഇത്. അതും വെറുതെ വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയത് നമുക്ക് ഒരു മഗ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനകത്തോട്ട്. ഇനി നമ്മുടെ ഒരു സ്പ്രെയറിനകത്തോട്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ഒരു സ്പ്രെയർ ബോട്ടിലിനകത്തോട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ട് നമ്മുടെ പാവലിനും ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കീടനാശിനികൾ തളിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് രാവിലെ അടിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സമയത്ത് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മഴയത്തൊക്കെ പെട്ടെന്ന് ഒലിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇല നല്ല കയ്പ്പായതുകൊണ്ട് നമ്മുടെ കീടങ്ങളൊന്നും ഇതിനകത്ത് വന്ന് അധികം ഇരിക്കത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ 2 പാവലാണ് നട്ടിരിക്കുന്നത്. ഈ പാവലിനാണെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ ആമ വണ്ടും അല്ലാത്ത പ്രാണികളെല്ലാം വന്നിട്ട് അതിൻ്റെ ഇലകളെല്ലാം കടിച്ച് മുറിച്ച് കളയാറുണ്ട്. ഇപ്പം പാവയ്ക്ക പിടിച്ചാലും ഇലയാണെങ്കിലും ഇങ്ങനെ കീടങ്ങൾ അധികമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇനമാണ് ഈ പാവൽ, പടവലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ചൊരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഇലയുടെ അടുക്കിരിക്കുന്ന പുഴുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് ചത്തുപൊക്കോളും. ഇപ്പം പ്രായമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും കടയിൽ പോയിട്ട് നമ്മൾ വേപ്പെണ്ണയൊക്കെ മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ കീടനാശിനികളൊക്കെ
മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ചുവട് വരെയും നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ചെന്നാൽ ബിവേറിയ എന്ന് പറയുന്നതായ ഒരു ജൈവ കീടനാശിനി കിട്ടും. അത് വാങ്ങിച്ചിട്ട് അടിച്ചു കൊടുത്താലും നല്ലതാണ്. ഇത് നമുക്ക് 2-3 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാലും ഇതിനൊന്നും ഒരു കുഴപ്പമോ സംഭവിക്കത്തില്ല. നമുക്ക് അധികം വരുന്നത് എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിച്ചിങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് ഇനി നമ്മൾ തുറന്നിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മുളകിൻ്റെയൊക്കെ ഉണ്ടല്ലോ കുരുടിപ്പിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏതാ ഈ അരിവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ മുളകിൻ്റെ കുരുടിപ്പിന് ഏറ്റവും നല്ലതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മുടെ മുളകിൻ്റെ കുരുടിപ്പൊക്കെ മാറിയിട്ട് നല്ല റിസൾട്ട് അതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മുളകിനോട് നമുക്കിത് അടിച്ചു കൊടുക്കാം. ഒരു വെള്ള കാന്താരിയാണ്, അപ്പോൾ അതിനോട് കുറച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ ശീതകാല പച്ചക്കറികളൊക്കെ നടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തരം വിത്തുകളും ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, റെഡ് ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളെല്ലാം, വെണ്ട എല്ലാം എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.